പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 25, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന ഒന്നാണ് ജുഡീഷ്യൽ സിറ്റി. എവിടെയാണ് ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്നത്? ടൂർ ഡി താർ എന്ന ഒരു പുതിയൊരു ഗെയിം ആരംഭിക്കുകയാണ്. എവിടെയാണ് ടൂർ ഡി താർ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഈവന്റ് ആദ്യമായിട്ട് നടത്താൻ പോകുന്നത്? എവിടെയാണ്? ഏത് സംസ്ഥാനമാണ് അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത്? ഇന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ടൈഫൂൺ രാഗസ ഇതേത് സമുദ്രത്തിൽ ആണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്? ഏത് രാജ്യമാണ് കെ വിസ എന്ന് പറയുന്ന ഗ്ലോബൽ വിസ പുതിയ യങ് ടാലൻസിനെ ആകർഷിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന കെ വിസ? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ക്യാബിനറ്റ് മീറ്റിംഗ് അപ്രൂവ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ജുഡീഷ്യൽ സിറ്റി ഇൻ കളമശ്ശേരി. കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇന്നലെയായിരുന്നു ക്യാബിനറ്റ് മീറ്റിംഗ്. ഈ ഒരു മീറ്റിംഗിലാണ് കേരളത്തിൽ, അതും ഇന്ത്യയിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന ഒന്നാണ് ജുഡീഷ്യൽ സിറ്റി. ഇത് കളമശ്ശേരിയിലാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 24 കേരള സംസ്ഥാന മന്ത്രിസഭ ജുഡീഷ്യൽ നഗരത്തിന് അംഗീകാരം നൽകിയത് എവിടെയാണ്? കളമശ്ശേരി, എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ആണ് വരാൻ പോകുന്ന ഇന്ത്യയിൽ ആദ്യത്തേതും അതും കേരളത്തിൽ ആരംഭിക്കുന്ന ജുഡീഷ്യൽ സിറ്റി. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സിറ്റി എന്ന ലെവലിൽ എങ്ങും വന്നിട്ടില്ല. എല്ലായിടത്തും കോടതികളുണ്ട്. പുതിയ പുതിയ കോടതികൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് പുതിയ പുതിയ ബിൽഡിംഗ് എല്ലാം. എന്നാൽ ഇതിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായിട്ടുള്ള കോടതികളുടെ ഒരു കോംപ്ലക്സ് ആണ് വരാൻ പോകുന്നത്. പുതിയ ജുഡീഷ്യൽ നഗരത്തിനായി കേരള സർക്കാർ HMT ലിമിറ്റഡിൽ നിന്ന് എത്ര ഏക്കർ ഭൂമി ഏറ്റെടുക്കും? 27 ഏക്കർ ഭൂമി. 27 ഏക്കറിൽ കളമശ്ശേരിയിൽ, അതായത് ഇപ്പോഴത്തെ ഹൈക്കോടതി ഇരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്തുള്ള ഹൈക്കോടതി ഇനി കളമശ്ശേരിയിലെ ജുഡീഷ്യൽ സിറ്റിയിലേക്ക് മാറുകയാണ്. ഇതിനുവേണ്ടി 1000 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് സ്ഥലം ഏറ്റെടുക്കുക, കൂടാതെ തന്നെ ആ ബിൽഡിംഗ് 3 കോംപ്ലക്സ് ആണ് വരാൻ പോകുന്നത്. ഒന്ന് 7 ഫ്ലോറിന്റെ 7 നില, മറ്റ് 2 6 നില ഉള്ള 2 കോംപ്ലക്സ് ആണ് വരാൻ പോകുന്നത്. അതായത് ജുഡീഷ്യൽ സിറ്റിയിൽ വരാൻ പോകുന്ന 3 ടവർ എന്ന് പറയാൻ പറ്റും. ഒന്ന് 7 ഫ്ലോർ, മറ്റ് 2 6 ഫ്ലോറിന്റെ. ഭരണഘടനയുടെ കാതലായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ജുഡീഷ്യൽ നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏത് 3 ആർട്ടിക്കിളെ അടിസ്ഥാനമാക്കിയാണ് ഇത്? ആർട്ടിക്കിൾ 14, 19, 21. 3 ആർട്ടിക്കിൾ ഭരണഘടനയുടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആർട്ടിക്കിൾ. ആ 3 ആർട്ടിക്കിളിന്റെ ആ കൺസെപ്റ്റ് ആണ് കേരളത്തിൽ വരാൻ പോകുന്ന ജുഡീഷ്യൽ സിറ്റി. 3 ആർട്ടിക്കിൾ, 3 ടവർ, ഒന്ന് 7 ഫ്ലോർ, മറ്റ് 2 6 ഫ്ലോറിന്റെ. ആർട്ടിക്കിൾ 14, 19, 21 എന്നിവ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ഉറപ്പ് നൽകുന്നു? സമത്വം, സ്വാതന്ത്ര്യം, ജീവിതം എന്നിവയ്ക്കുള്ള മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു. ആർട്ടിക്കിൾ 14, 19 and 25 that guarantees fundamental rights, that is equality, liberty and life. ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ലൈഫ്, സമത്വം, സ്വാതന്ത്ര്യം, ജീവിതം എന്നിവ ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 14, 19, 21. ഇവയുടെ ആ കൺസെപ്റ്റ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് 3 ആർട്ടിക്കിളാണ് സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്? ആർട്ടിക്കിൾ 14, 19 ആൻഡ് ആർട്ടിക്കിൾ 21. ഇപ്പം ഈ 3 ആർട്ടിക്കിൾ ആണ് 14, 19, 21 എന്നീ 3 ആർട്ടിക്കിൾ, അതായത് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ലൈഫ് എന്നിവ അറിയപ്പെടുന്നത് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന പേരിലാണ്. അടുത്ത ന്യൂസ് ഹെഡിംഗ് ആണ്, ടൂർ ഡി താർ സെറ്റ് ടു ബി ഫ്ലാഗ്ഡ് ഓഫ് ഓൺ 23 നവംബർ. ടൂർ ഡി താർ നവംബർ 23 ആരംഭിക്കും. നവംബർ 23 ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഒരു സ്പോർട്സ് ഈവന്റ് ആണ് ടൂർ ഡി താർ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടൂർ ഡി താർ എന്ന കായിക വിനോദം താർ മരുഭൂമിയിൽ ഏത് പരിപാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈക്ലിംഗ് റേസ്. ഇന്ന് ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്ലിംഗ് റേസ് ആണ് ടൂർ ഡി ഫ്രാൻസ്. ഇപ്പോൾ ടൂർ ഡി ഫ്രാൻസ് അത് പ്രത്യേകിച്ച് നടക്കുന്നത് ജൂലൈ മാസങ്ങളിലാണ്. ജൂലൈ മാസത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ടൂർ ഡി ഫ്രാൻസിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സൈക്ലിംഗ് റേസ് ടൂർ ഡി താർ എന്ന പേരിൽ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്ലിംഗ് റേസ് ആയിരിക്കുള്ളൂ വരാൻ പോകുന്ന ഈ ഒരു സൈക്ലിംഗ് റേസ്. രാജസ്ഥാനിലെ ബിക്കാനീറിലെ നൊറാങ് ദേശറിൽ ഏത് തീയതിയിലാണ് ടൂർ ഡി താർ എന്ന സൈക്ലിംഗ് റേസ് നടത്തുന്നത്? 2025
നവംബർ 23. ഈ വരുന്ന നവംബർ 23 രാജസ്ഥാനിലെ ബിക്കാനീറിലെ നൊറാങ് ദേശ് എന്ന സ്ഥലത്ത് നടത്താൻ പോകുന്ന ടൂർ ഡി ഫ്രാൻസ് എന്ന ഈ ഒരു സൈക്കിൾ ഈവന്റ് നവംബർ 23 ടൂർ ഡി താറിൽ 3 വെല്ലുവിളി നിറഞ്ഞ ദൂരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന 3 ഈവന്റ് ഏതായിരിക്കും? 300 കിലോമീറ്റർ റിലേ, 200 കിലോമീറ്റർ, 100 കിലോമീറ്റർ. 3 ഈവന്റ്സ് ആണ് ഇതിൽ വരാൻ പോകുന്നത്. ഒന്ന് 300 കിലോമീറ്ററിന്റെ ഒരു ഇവന്റും, മറ്റൊന്ന് 200 കിലോമീറ്റർ, മൂന്നാമത്തത് 100 കിലോമീറ്റർ. ഈ ഇത്രയും കിലോമീറ്റർ സൈക്കിൾ റേസ് ആണ് നടക്കാൻ പോകുന്നത്. ടൂർ ഡി താർ എന്ന കായിക വിനോദം ഏത് മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്? മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ്, യുവജനകാര്യ കായിക മന്ത്രാലയമാണ് ടൂർ ഡി ഫ്രാൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്പോർട്സ് ഈവന്റ് സൈക്ലിംഗ് റേസ് നടത്താൻ പോകുന്നത്. ഇത് രാജസ്ഥാനിലെ ബിക്കാനീർ ഡിസ്ട്രിക്റ്റിൽ നൊറാങ് ദേസർ എന്ന സ്ഥലത്താണ് നവംബർ 23 ആരംഭിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡെഡ്ലി ടൈഫൂൺ രാഗസ സ്ലാം ഇൻ സദേൺ ചൈന. മാരകമായ ചുഴലിക്കാറ്റ് രാഗസ തെക്കൻ ചൈനയിലേക്ക് ആഞ്ഞടിക്കുന്നു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ വർഷം രൂപാന്തരപ്പെട്ടിട്ടുള്ള ഒരു സൈക്ലോൺ ആണ്, ഒരു ചുഴലിക്കാറ്റ് ആണ് രാഗസ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 24 ഫിലിപ്പൈൻസ്, തായ്വാൻ, ചൈന, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ അപകടകരമായി ആഞ്ഞടിച്ച ഏറ്റവും ശക്തമായ ടൈഫൂണിന്റെ പേര് ടൈഫൂൺ രാഗസ. ഇന്നിപ്പോൾ പത്രങ്ങളിൽ കാണുന്ന ഒരു വാർത്തയാണ്, അതായത് സദേൺ ചൈന, അതുപോലെ തന്നെ തായ്വാൻ, ഹോങ്കോങ്, ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലെ വളരെ ശക്തമായി തന്നെ ആഞ്ഞടിച്ച ഏതാണ്ട് 20ഓളം പേർ കൊല്ലപ്പെടുകയും അത്ര ഭീകരമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റായിരുന്നു ടൈഫൂൺ രാഗസ. 2025 സെപ്റ്റംബർ 17 ടൈഫൂൺ രാഗസ ഏത് കടലിലാണ് രൂപപ്പെട്ടത്? പടിഞ്ഞാറൻ പസഫിക് സമുദ്രം. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ യാപ്പ് എന്ന ഐലൻഡിന് അടുത്താണ് ഇത്തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു ടൈഫൂൺ, ഈ ഒരു ചുഴലിക്കാറ്റ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ടൈഫൂൺ രാഗസ. ടൈഫൂൺ രാഗസ ടാഗലോഗിൽ സ്ക്രാമ്പിൾ എന്നർത്ഥം എന്ന് നാമകരണം ചെയ്ത കാലാവസ്ഥ ഏജൻസി ഏതാണ്? ജപ്പാൻ കാലാവസ്ഥ ഏജൻസി. ജപ്പാൻ മെട്രോളജിക്കൽ ഏജൻസിയാണ് ടൈഫൂണിന് രാഗസ എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇത് ടാഗലോഗ് എന്ന ഭാഷയിൽ സ്ക്രാമ്പിൾ എന്നർത്ഥം. സ്ക്രാമ്പിൾ ടാഗലോഗ് എന്ന ഭാഷയിലാണ്. ടാഗലോഗ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺട്രി എന്ന് പറയുമ്പോൾ അത് ഫിലിപ്പൈൻസ് ആണ്. ടൈഫൂൺ രാഗസയുടെ പരമാവധി വേഗത എത്രയായിരിക്കും? 265 കിലോമീറ്റർ പെർ ഹവർ. സാധാരണയായിട്ടൊരു 150-160 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സ്പീഡ് ആണ്, അത്രയ്ക്ക് നാശം വധിക്കുന്ന രീതിയിലുള്ള ഒരു സ്പീഡ് ആണ് 160 പറയുമ്പോൾ. ഇത് 265 കിലോമീറ്റർ പെർ ഹവർ വരെ എത്തിയിട്ടുള്ള ഒരു ടൈഫൂൺ ആണ് ടൈഫൂൺ രാഗസ. ഇത് ആഞ്ഞടിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ഫിലിപ്പൈൻസ്, തായ്വാൻ, ചൈന, ഹോങ്കോങ് എന്നിവിടങ്ങൾ. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ് നാഷണൽ കോമ്പറ്റീഷൻ ടു മാർക്ക് 5 years ഓഫ് നഷാമുക്ത് ഭാരത് അഭിയാൻ. നഷാമുക്ത് ഭാരത് അഭിയാന്റെ 5 വർഷം ആഘോഷിക്കുന്നതിനുള്ള ദേശീയ മത്സരം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള വാർത്തയാണ്, അതായത് നഷാമുക്ത് ഭാരത് അഭിയാൻ ഇന്ത്യ ഒട്ടാകെ നിരവധി കോമ്പറ്റീഷൻസ് ആണ് നടത്താൻ പോകുന്നത്. 5ാമത്തെ വാർഷികമാണ് നഷാമുക്ത് ഭാരത് അഭിയാന്റെ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നഷാമുക്ത് ഭാരത് അഭിയാൻ ഏത് വർഷമാണ് ആരംഭിച്ചത്? 2020 ഓഗസ്റ്റ് 15. 2025 ഇപ്പോൾ 5ാമത്തെ വർഷമാണ് നഷ മുക്ത് ഭാരത് അഭിയാൻ എന്ന ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി വരുന്ന സമയത്ത് അതിനെ ഡ്രഗ് അഡിക്ഷൻ ഇന്നിപ്പോൾ കൂടി വരികയാണ്. ഓരോ സ്ഥലങ്ങളിലും കാണാൻ പറ്റും യൂത്ത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ വന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ. അപ്പം അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള, അതുപോലെ തന്നെ ഡ്രഗ്സ് ഡി അഡിക്ഷൻ എന്ന ലെവലിലേക്കുള്ള ഒരു പ്രോഗ്രാം ആണ് നഷ മുക്ത് ഭാരത് അഭിയാൻ. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് 15, 2020. ഈ വർഷം ഇത് 5ാമത്തെ വർഷമാണ്. നഷാമുക്ത് ഭാരത് അഭിയാൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് നഷാമുക്ത് ഭാരത് അഭിയാൻ. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഇതിന്റെ മുമ്പത്തെ പേരാണ് മിനിസ്ട്രി ഓഫ് വെൽഫെയർ. പിന്നീട് 1998 മിനിസ്ട്രി ഓഫ് വെൽഫെയറിനെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന ലെവലിലേക്ക് മാറ്റിയിട്ടുള്ളത്. നിലവിലെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാർ. ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ് ഇപ്പോഴത്തെ മിനിസ്റ്റർ, അതായത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് കെ വിസ ടു അട്രാക്ട് ഗ്ലോബൽ ടാലന്റ് അമിഡ് H1B ക്രാക്ക്ഡൗൺ.
H-1B നിയന്ത്രണങ്ങൾക്കിടയിൽ ആഗോള പ്രതിഭകളെ ആകർഷിക്കാൻ കെ വിസ. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അമേരിക്കയുടെ H-1B എന്ന ആ വിസയിൽ അതിൻ്റെ വിസ ഫീസ് വർദ്ധിപ്പിച്ച കാര്യം. നമുക്കറിയാവുന്ന ഒന്നാണ്, $1,00,000 ആണ് പുതിയ വിസയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസ്. അതായത് ഏതാണ്ട് 88 ലക്ഷം രൂപ വേണം അമേരിക്കയിൽ പുതിയ വിസ എടുക്കുന്നതിന് വേണ്ടി. അപ്പം അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു വിസയാണ് വന്നിട്ടുള്ളത്, കെ വിസ. ഏത് രാജ്യമാണ് കെ വിസ ആരംഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുവ സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആകർഷിക്കുന്നതിനായി ഏത് രാജ്യമാണ് ഔദ്യോഗികമായി കെ വിസ ആരംഭിക്കുന്നത്? ചൈന. അപ്പം ചൈനയാണ് കെ വിസ എന്ന ഒരു പുതിയ ഒരു വിസ ആരംഭിക്കുന്നത്. ഇത് സ്റ്റെം, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സിൽ യുവ പ്രതിഭകളെ അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിസയാണ് കെ വിസ. തൊഴിലുടമയുടെ ക്ഷണമില്ലാതെ യുവ പ്രതിഭകളെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി ഏത് തീയതിയിലാണ് ചൈന കെ വിസ ആരംഭിക്കുന്നത്? 1 ഒക്ടോബർ 2025. വരാൻ പോകുന്ന ഒക്ടോബർ 1 തീയതി ചൈന ആരംഭിക്കാൻ പോവുകയാണ്, അതായത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കെ വിസ എന്ന് പറയുന്ന പുതിയ സിസ്റ്റം. അതായത് പ്രത്യേകിച്ച് നമുക്ക് ഒരു എംപ്ലോയറിൻ്റെ ഇൻവിറ്റേഷൻ ഇല്ലാതെ തന്നെ അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സിൽ സ്റ്റെം എന്ന, അതായത് യങ് ടാലൻസിനെ ആകർഷിക്കുന്നതിന് വേണ്ടി ചൈന ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് കെ വിസ. ഇത് അമേരിക്കയുടെ H-1B എന്നതിനെ ക്രാക്ക് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടി, അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ചൈന. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.